KPCC President MM Hassan മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. നേതൃത്വത്തിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും അടുത്ത മാസം ക്യാമ്പയിൻ അതിനായുള്ള ഒരു പൊതുവേദി ഒരുക്കിക്കൊണ്ട് എല്ലാവരെയും അണിനിരത്തി ഇതിനായിട്ടുള്ളൊരു ക്യാമ്പയിൻ നടത്താനും മഹിളാ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വീട്ടമ്മമാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ മദ്യനയത്തിൻ്റെ ദുരിതം ഏൽക്കേണ്ടി വരുന്ന വീട്ടമ്മമാരുടെ ഒരു പ്രതിഷേധം പ്രകടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അല്ല, ഈ മാസം ജൂൺ ലാസ്റ്റിലും ജൂലൈ ഫസ്റ്റ് വീക്കിലുമായിട്ട്. മറ്റൊന്ന്, ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന ഒരു സ്വപ്ന പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ പദ്ധതി. 4 നൂറ്റാണ്ട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം തിരുവനന്തപുരത്തിൻ്റെയും കേരളത്തിൻ്റെയും മുഖച്ഛായ മാറ്റുന്ന ഈ സ്വപ്ന പദ്ധതി നടപ്പിലാക്കാനുള്ള നിശ്ചയദാർഢ്യമാണ് സുതാര്യമായി തന്നെ ഈ പദ്ധതി നടപ്പിലാക്കാൻ UDF ഗവൺമെൻറ്റിനെ നിർബന്ധിതമാക്കിയത്. അതേക്കുറിച്ച് CNDG-യുടെ റിപ്പോർട്ട് വസ്തുതാപരമല്ല. അതിന് പരിഹാരമുണ്ടാക്കാനുള്ള നടപടികൾ നടക്കുന്നുണ്ട്. കാരണം CNDG റിപ്പോർട്ടിൽ ഉണ്ടായിട്ടുള്ള വസ്തുതാപരമല്ലാത്ത ആ നിഗമനങ്ങളെ അവരുടെ മുമ്പിൽ പരിശോധിക്കാൻ ശ്രീ ഉമ്മൻചാണ്ടി തന്നെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽക്ക് പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ഇത് ഗുരുതരമായ അഴിമതി ആരോപണമാണ് എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചത്. ജുഡീഷ്യൽ എൻക്വയറിയെ പാർട്ടിയും സ്വാഗതം ചെയ്യുന്നു. ഈ പദ്ധതിയിൽ അഴിമതിയുണ്ടെന്ന് പറയുന്ന അതേ സ്വരത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി പറയുന്നത് ഒരു ഇരട്ടത്താപ്പ് നയമാണ്. പദ്ധതിയിൽ അഴിമതി ഉണ്ടെന്ന് മുഖ്യമന്ത്രിക്ക് ബോധ്യമുണ്ടെങ്കിൽ ഈ കരാർ റദ്ദ് ചെയ്ത് പുതിയൊരു കരാറുണ്ടാക്കി പദ്ധതി നടപ്പിലാക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അച്യുതാനന്ദൻ്റെ കാലത്ത് ലാൻഡ് ലോഡ് ഇതാണ് മാതൃകയിൽ നടപ്പിലാക്കിയ ഒരു അന്ന് പ്രഖ്യാപിച്ച ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. ഏതായാലും അവർക്ക് ഇതിൽ അഴിമതിയുണ്ട് എന്ന് ബോധ്യമുണ്ടെങ്കിൽ ഇത് റദ്ദാക്കണം. അതിലൊരു കാര്യം കൂടി പറയാനുള്ളത്, അഴിമതി ഉണ്ടെങ്കിൽ, ക്രമക്കേടുണ്ടെങ്കിൽ ഒരു പൈസ പോലും നഷ്ടപരിഹാരം കൊടുക്കാതെ കരാർ റദ്ദ് ചെയ്യാൻ വ്യക്തമായ വ്യവസ്ഥ ഈ കരാറിലുണ്ട്. ഗവൺമെൻറ് നൽകിയിട്ടുള്ള ലെറ്റർ ഓഫ് അവാർഡ് ഫ്രോഡ് ആൻഡ് കറപ്റ്റ് പ്രാക്ടീസസിനെ കുറിച്ച് വ്യക്തമായ വ്യവസ്ഥ ഉൾക്കൊള്ളുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ പദ്ധതി കേരളത്തിൻ്റെ വികസനത്തിന് ആവശ്യമാണെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് UDF ഈ പദ്ധതി നടപ്പിലാക്കാനുള്ള ഒരു ഇച്ഛാശക്തി പ്രകടിപ്പിച്ചത്. ഏതെങ്കിലും തരത്തിൽ ഇതിൽ ക്രമക്കേടുണ്ടെന്ന് മുഖ്യമന്ത്രിക്ക് ബോധ്യമുണ്ടെങ്കിൽ ഒരേ സമയം ക്രമക്കേടുണ്ടെന്ന് പറയുകയും പദ്ധതി നടപ്പിലാക്കും എന്ന് പറയുകയും ചെയ്യുന്നത് ദുരുദ്ദേശത്തോടു കൂടിയാണ്. ഞങ്ങൾ സതുദ്ദേശത്തോടു കൂടി തന്നെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നു, ഈ കരാറിലെ വ്യവസ്ഥയനുസരിച്ച് അത് റദ്ദാക്കി പുതിയ കരാറുണ്ടാക്കി പദ്ധതി നടപ്പിലാക്കണം
കാരണം ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു വികസന സംരംഭമാണ്. ജൂലൈ 5-ാം തീയതി പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി വീണ്ടും കൂടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകളെക്കുറിച്ച് പ്രധാനമായും ചർച്ച ചെയ്യാനാണ് അന്ന് ജൂലൈ 5-ാം തീയതി തിരുവനന്തപുരത്ത് KPCCയുടെ രാജീവ് ഗാന്ധി സെൻറ്റർ നെയ്യാർ ഡാമിൽ വെച്ചാണ് രാവിലെ ഒരു ഫുൾ ഡേ മീറ്റിംഗാണ് അന്ന് തീരുമാനിച്ചിരിക്കുന്നത്. രാവിലെ 10 മണി മുതൽ കോൺഗ്രസ് മെമ്പർഷിപ്പ് ക്ലോസ് ചെയ്തു. പ്രാഥമിക ലിസ്റ്റ് DCCകളിൽ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ യോഗത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം റിപ്പോർട്ടായിട്ട് പറയാൻ പറ്റില്ലല്ലോ. പലതും ചർച്ച ചെയ്തിട്ടുണ്ട്. യോഗത്തിലും പല പരാമർശങ്ങളും പല ചർച്ചകളും വരും. നിങ്ങൾക്ക് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ എനിക്ക് അതിന് ഉത്തരം പറയാൻ പറ്റില്ല. പാർട്ടി ചർച്ച ചെയ്ത എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ല. ചർച്ച പാർട്ടിക്കകത്ത് പ്രത്യേകമായ ചർച്ചയൊന്നും നടന്നിട്ടില്ല, ചർച്ച ചെയ്തിട്ടില്ല. പാർട്ടിയുടെ അഭിപ്രായം ഞാൻ പറഞ്ഞു. കാരണം രണ്ടും ഒരേ സമയം മുഖ്യമന്ത്രി പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇതേക്കുറിച്ച് അന്വേഷണത്തെ ഞങ്ങൾ ഉമ്മൻചാണ്ടി സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഇത് പാർട്ടിയുടെ അഭിപ്രായമാണ്. വളരെ അധികം ഈ കേരളത്തിൻ്റെ വികസനത്തിന് ആവശ്യമായ ഒരു പദ്ധതി ആയതുകൊണ്ടാണ് ശ്രീ ഉമ്മൻചാണ്ടി അന്ന് ആ ഗവൺമെൻറ് ഇത് നടപ്പിലാക്കിയത്. അല്ല, അഴിമതി ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചുകൊണ്ട് അതിൻ്റെ അഴിമതിയുടെ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ ക്രെഡിറ്റ് അത് രണ്ടും കൂടി ഒരുമിച്ച് വേണ്ടല്ലോ. ഈ പദ്ധതി നടപ്പിലാക്കിയതിൻ്റെ പൂർണ്ണ ക്രെഡിറ്റ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിനുള്ളതാണ്. അല്ലെങ്കിൽ ഇത്രയധികം കഷ്ടപ്പാടുകൾ സഹിച്ച് ഇത് നടപ്പിലാക്കാനുള്ള ഒരു നിശ്ചയദാർഢ്യം ആ ഗവൺമെൻറ് പ്രകടിപ്പിച്ചതാണ്. അതല്ല, അഴിമതി ഉണ്ടെന്ന് ഇതിലുണ്ടല്ലോ. അത് ഞാനതാ പറഞ്ഞത്. ഇതിൽ ഇന്ത്യയിൽ പലയിടത്തും അങ്ങനെ ഒരു പദ്ധതി ആരംഭിച്ചു കഴിഞ്ഞിട്ട് ഇതുപോലെ ആരോപണങ്ങൾ വന്ന അവസരത്തിൽ പദ്ധതി കരാർ റദ്ദാക്കിയിട്ടുണ്ട്. പല പ്രസിഡൻസും ഉണ്ട്. അത് ഗുരുതരമായ ആരോപണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്വേഷിക്കുന്നത്. അന്വേഷിച്ചോട്ടെ, ഗുരുതരമായ ആരോപണം എന്ന്. കാരണം ഇതിനകത്ത് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, ഓഡിറ്റ് പാരായ്ക്ക് അവിടെ വന്നിട്ടുള്ള ഒബ്ജക്ഷന് കൊടുത്തിട്ടുള്ള മറുപടി ഗവൺമെൻറ്റിൻ്റെ മറുപടിയാണ്. ആ ഗവൺമെൻറ്റിൻ്റെ മറുപടി മുഖ്യമന്ത്രിയെ ഓൺ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. യാതൊരു ക്രമക്കേടും നടന്നിട്ടില്ലെന്നുള്ള മറുപടിയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്. AGക്ക് കൊടുത്ത റിപ്ലൈ എന്ന് പറയുന്നത് ഈ ഗവൺമെൻറ് വന്ന ശേഷം കൊടുത്ത റിപ്ലൈയാണ്. ആ റിപ്ലൈ എല്ലാം തന്നെ മുൻ ഗവൺമെൻറ് എടുത്ത നടപടികളെല്ലാം സാധൂകരിച്ചുകൊണ്ട് പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് കൊടുത്തിട്ടുള്ള റിപ്ലൈയാണ്. അതൊരു വശത്ത് കൊടുക്കുമ്പോൾ മറുവശത്ത് മുഖ്യമന്ത്രി ഞങ്ങൾക്ക് അഴിമതിയുണ്ടെന്ന് ഗുരുതരമായ ആരോപണമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഞങ്ങൾ അടിവരയിട്ട് പറയുന്നത്. അതെ, അതായത് കേരളത്തിൻ്റെ ഒരു വലിയ വികസന പദ്ധതിയെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി തകർക്കാൻ നടത്തുന്ന ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇതെന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അയാൾ പറഞ്ഞാൽ ഞങ്ങളും കേട്ടു. ആരാണെന്നുള്ളത് പറഞ്ഞാലല്ലേ അറിയാൻ പറ്റുള്ളൂ. ഒരുപാട് മുൻമന്ത്രിമാരുണ്ട്, ഞാനും മുൻമന്ത്രിയാണ്. ആരാന്ന് എങ്ങനെ ആർക്കറിയാം? കഴിഞ്ഞ സർക്കാരുകളിൽ തന്നെയാണ് മുൻമന്ത്രിമാരെല്ലാം ഉള്ളത്. അല്ലാതെ ഇപ്പം ഈ സർക്കാരിൽ മുൻമന്ത്രി വരില്ലല്ലോ. ആരാന്ന് പറയട്ടെ, അപ്പം പറയാം. അതെ, ഇങ്ങനെ ചാനലുകളിൽ വരുന്ന ഒരു സെൻസേഷണൽ വാർത്തയ്ക്ക് മറുപടി പറയാൻ പറ്റും. ആരാന്ന് പറഞ്ഞാൽ പറയാം. ഇന്നലെ ഒരു ചാനൽ, ഞാനിന്നലെ ഒമാനിൽ നിൽക്കുക എഴുത്താര സംഗമത്തിൽ,
എന്നെ എല്ലാവരും വിളിച്ചു വെച്ചു. നാളെ ഒരു ചാനലിൻ്റെ ഇത് വാട്സപ്പിൽ ഇങ്ങനെ പ്രചരിക്കുകയാണ്, മദ്യനയത്തിൽ പ്രതിഷേധിച്ച് കേരളത്തിൽ നാളെ ഹർത്താൽ. അപ്പം ഞാൻ അമ്പരന്ന് പോയി, ഞാനറിയാതെ UDF ഹർത്താൽ വരുന്നതിനാ എന്നോടാ ചോദിക്കുന്നത്. ഏഷ്യാനെറ്റിലെ കമലേഷിൻ്റെ പടവും താഴേക്കും ഒക്കെ കാണിക്കുന്നു. ഞാനും നോക്കിയപ്പോൾ ഇത് വന്നതാണ്. ഞാൻ ഉടനെ ഇങ്ങോട്ട് വിളിക്കുക. അതാണ് അങ്ങനെ ഈ കാള പറ്റുമെന്ന് കേട്ടാൽ ഉടനെ കയറിണക്കാൻ. അല്ല അതെ ആഞ്ചലോസ് പറഞ്ഞത് ചാനലിൽ ഇങ്ങനെ എഴുതി കാണിക്കുമ്പോൾ ഉടനെ മറുപടി പറയാൻ പറ്റുമോ? അതെ, പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടാൽ അത് പാർട്ടിയുടെയും കൂടി അഭിപ്രായം അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ ശ്രദ്ധയിലും അദ്ദേഹം പെടുത്തിയിട്ടുണ്ട്. ആരാധന CBI അന്വേഷിക്കട്ടെ. ഓക്കെ, അതൊക്കെ പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചാൽ മതി. ഇത് അന്വേഷണം നടത്താൻ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ഞാനും പറയുന്നു. മറ്റു കാര്യങ്ങളൊന്നും നിങ്ങൾ ചോദിക്കുന്നതിനെല്ലാം ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഉത്തരത്തിലാണ് ചോദിക്കുന്നതെങ്കിൽ അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അത്ര തന്നെ. ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കേണ്ട ഞങ്ങളല്ല, CBI ആണ്. അതെ, ഇന്ന് വീക്ഷണത്തിൽ വന്ന മുഖപ്രസംഗത്തെക്കുറിച്ച് ഞാൻ യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ അഭിപ്രായമല്ല എന്നുള്ളത് ഞാൻ പ്രസ്താവന പുറപ്പെടുവിച്ച കാര്യം ഞാൻ പാർട്ടി യോഗത്തിൽ പറഞ്ഞു. അല്ല, അവരെ വിളിച്ച് പാർട്ടിയുടെ ഇത്തരം നയപരമായ കാര്യങ്ങളിൽ പാർട്ടിയുടെ അഭിപ്രായം മനസ്സിലാക്കാതെ ചർച്ച ചെയ്യാതെ ഭാവിയിൽ ഇത്തരം എഡിറ്റോറിയലുകൾ എഴുതാൻ പാടില്ല എന്ന് ഞാൻ അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതും ഞാൻ പറഞ്ഞു. അത് യോഗത്തിൻ്റെ ചർച്ചയല്ല, നേരത്തെ തന്നെ അവരോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ പത്രങ്ങളിൽ അങ്ങനെയാണോ? ഒരു എഡിറ്റോറിയൽ എഴുതിയാലുള്ള മാറ്റം? അതല്ല ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ പത്രങ്ങളിലൊക്കെ ഒരു അല്ല, അതെ, അതിന് മാറ്റലല്ലോ പരിഹാരം. പേരിൽ എഴുതരുത്. അല്ല, അതിന് വന്നതിനാണ് പിന്നെ ഇനി മേലാൽ അങ്ങനെ വരരുതെന്ന് പറഞ്ഞത്. അതെ, ചിലപ്പോൾ അങ്ങനെ വന്നു. ഇപ്പോൾ വന്നു. എല്ലാ ദിവസത്തെ എഡിറ്റർ നയപരമായ കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങളൊക്കെ പത്രത്തിൽ വർക്ക് ചെയ്യുന്നതാണ്. നിങ്ങൾ പത്രത്തിൻ്റെ മാനേജ്മെൻറ്റിനോട് ചോദിച്ചിട്ടല്ലല്ലോ എല്ലാം എഴുതുന്നത്. ചില പ്രധാനപ്പെട്ട സാമൂഹിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തർക്കമില്ലാത്ത പ്രശ്നങ്ങൾ നിങ്ങൾ എഴുതും. നയപരമായ കാര്യങ്ങൾ പാർട്ടി നേതൃത്വത്തോട് ആലോചിക്കണം, അത്ര തന്നെ. അതല്ലേ ഞാൻ പറഞ്ഞത്, ആലോചിക്കാതെയാണ് പ്രസിദ്ധീകരിച്ചതെന്ന് പറഞ്ഞല്ലോ. നിങ്ങളെല്ലാം ഫോളോ ചെയ്യുന്ന രീതി തന്നെ വീക്ഷണവും ഫോളോ ചെയ്യും. താങ്ക് യു. അതെ, അല്ലല്ല, ഞങ്ങൾ വീക്ഷിക്കുന്നത് എങ്ങനെയാ? അതിന് ഞങ്ങൾ ശക്തമായ പ്രക്ഷോഭവും പരിപാടികളും നടത്തി. അതുമായി ഞങ്ങളുടെ പ്രതിഷേധം അതേപടി നിൽക്കുകയാണ്. അല്ല, അതിനെ ഗവൺമെൻറ് നിയമം ഉണ്ടാക്കിയല്ലോ കേരളത്തെ സംബന്ധിച്ചിടത്തോളം. അത് UDFും കോൺഗ്രസും എല്ലാം സഹകരിച്ചല്ലേ. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പ്രത്യേകം പരാമർശിക്കാത്തത്. കേരളത്തിൽ അത് നടപ്പിലാക്കിയില്ല എന്നുള്ള ഒരൊറ്റ വിശ്വാസമുണ്ട്. ഇന്ന് വൈകുന്നേരം നടക്കുന്ന ഇഫ്താർ സംഗമത്തിൽ നിങ്ങളെല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. നിർബന്ധമായി എല്ലാവരും വരണം. വാർത്തയൊന്നും കിട്ടൂല എന്ന് നിരാശപ്പെട്ട് വരാതിരിക്കണ്ട. വന്നാൽ വല്ലതുമൊക്കെ ഒത്തു കിട്ടും. ചെയ്യുന്നുവെന്ന് KPCC അധ്യക്ഷൻ MM ഹസൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ K മുരളീധരനും VM സുധീരനും തമ്മിൽ രൂക്ഷമായ വാക്കുതർക്കവും ഉണ്ടായി. CAG റിപ്പോർട്ട് വിഴിഞ്ഞം കരാറിനെ സംബന്ധിച്ച് KPCCയിൽ ചർച്ച നടത്താത്തത് എന്താണെന്നും അതിന്റെ അനന്തരഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നതെന്നും VM സുധീരൻ പറഞ്ഞു. അതേസമയം എന്തുകൊണ്ടാണ് യോഗം വിളിച്ചു ചേർക്കാത്തതെന്ന് K മുരളീധരനും ചോദിച്ചു. സുനിൽ അരുമാനൂർ ചേരുകയാണ് വിവരങ്ങളുമായി. സുനിൽ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കൃഷ്ണ, വിഴിഞ്ഞം കരാറുമായി ബന്ധപ്പെട്ട CAG റിപ്പോർട്ടാണ് ഇന്ന് പ്രധാനമായും രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിനകത്ത് ചർച്ച ചെയ്തത്. ഈ യോഗത്തിനകത്ത് VM സുധീരൻ ഉമ്മൻചാണ്ടിക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഉന്നയിച്ചത്. അതായത് വിഴിഞ്ഞം പദ്ധതി കരാർ ഉറപ്പിക്കുന്നതിന് മുമ്പ് പാർട്ടി തലത്തിൽ പ്രത്യേകിച്ച് KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി പോലും യോഗം ചേർന്ന് ഇക്കാര്യം ചർച്ച ചെയ്തിട്ടില്ല. പാർട്ടിയുടെ ഒരു തലത്തിലും ചർച്ച നടന്നിട്ടില്ല. അത്തരത്തിൽ ചർച്ച നടക്കാതെ മന്ത്രിസഭാ യോഗത്തിൽ വേഗത്തിൽ എടുത്ത തീരുമാനവും കരാറുമായി മുന്നോട്ട് പോകാനും കരാർ ഒപ്പിടുന്ന നടപടികളും അത്തരത്തിൽ സ്വീകരിച്ചതാണ്. അതിന്റെ പരിണിത ഫലം
ശേഷമാണ് ഇത്തരത്തിൽ CAG തന്നെ വിമർശനത്തിലേക്ക് വന്നത് എന്നാണ് VM സുധീരൻ വന്നത്. ഇത് ഒരു തരത്തിൽ പാർട്ടിക്ക് അധിക്ഷേപം ഉണ്ടാക്കുന്നതിനും പാർട്ടിക്ക് ക്ഷീണം ഉണ്ടാക്കുന്നതിനും കാരണമായി എന്നും സുധീരൻ പറഞ്ഞു. പക്ഷേ ഇതിന് മറുപടിയായി ഉമ്മൻചാണ്ടി പറഞ്ഞത് ആ സമയത്ത് രാഷ്ട്രീയകാര്യ സമിതി യോഗം വിളിച്ചു ചേർത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് ചർച്ച ചെയ്യാത്തത്. പക്ഷേ കരാറുമായി പെട്ടെന്ന് ഒപ്പിട്ടില്ലെങ്കിൽ ഈ ഒരു പദ്ധതി നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ടാണ് സർക്കാർ കരാറുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചതെന്നാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത്. പക്ഷേ ഈ മറുപടിയിൽ സുധീരൻ തൃപ്തനായിട്ടില്ല. അതേസമയം ഉമ്മൻചാണ്ടിക്ക് പിന്തുണയുമായി കെ മുരളീധരനും എത്തിയിരുന്നു. അതായത് എന്തുകൊണ്ട് രാഷ്ട്രീയകാര്യ സമിതി വിളിച്ചു ചേർത്തില്ല എന്നുള്ള പൊതുവായിട്ടുള്ള അഭിപ്രായമാണ് ഉന്നയിച്ചത്. കാരണം നമുക്കറിയാം പല രാഷ്ട്രീയ സമിതി യോഗങ്ങളിൽ നിന്നൊക്കെ ഉമ്മൻചാണ്ടി വിട്ടുവന്നിട്ടുള്ള പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതും VM സുധീരൻ ഇതിനകത്ത് ഉന്നയിച്ചിട്ടുണ്ട്. വിളിക്കുന്ന കമ്മിറ്റികൾ ഇത്തരത്തിൽ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പോകുന്നതും മറക്കേണ്ട എന്നാണ് സുധീരൻ പറഞ്ഞത്. യോഗത്തിലൊന്നും ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം MM ഹസൻ ഇപ്പോൾ സമ്മതിച്ചിട്ടുണ്ട്. കാരണം അത് വിഷയമായിട്ട് വിമർശനം തന്നെയായി വന്നതിന്റെ ഫലമായി തന്നെയാണ് അത്തരം കാര്യങ്ങളിലേക്ക് പോയത്. ഏതായാലും ഈ CAG റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഹസൻ പറഞ്ഞത് സർക്കാർ ഈ കരാറിൽ അഴിമതി ഉണ്ട് എന്ന് സർക്കാരിന് ഉറപ്പുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഈ കരാർ റദ്ദാക്കിയ ശേഷം പുതിയൊരു കരാറുമായി മുന്നോട്ട് പോകാൻ തയ്യാറാകണം എന്നാണ് പറഞ്ഞത്. കാരണം ഈ ഒരു പദ്ധതി ഒരു തരത്തിൽ പദ്ധതി നടക്കുകയും മറ്റൊരു തരത്തിൽ അന്വേഷണം നടക്കുകയും ചെയ്യുന്നത് ശരിയായ നിലപാടല്ല ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഈ കരാർ റദ്ദാക്കിക്കൊണ്ട് മറ്റൊരു കരാർ ഉണ്ടാക്കാനുള്ള അഴിമതി ഉണ്ടെങ്കിൽ അത്തരത്തിൽ ഉണ്ടാക്കാനുള്ള വ്യവസ്ഥ ഇപ്പോൾ ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ കരാറിനകത്തുണ്ടെന്നും അത് പാലിക്കാൻ തയ്യാറാകണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സുനിൽ, അതായത് സുധീരന്റെ വാദങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കുന്ന അല്ലെങ്കിൽ അവഗണിക്കുന്ന ഒരു നടപടിയായിരുന്നു രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉണ്ടായിരുന്നത്. തീർച്ചയായും. കാരണം ഉമ്മൻചാണ്ടി സ്വീകരിച്ച നടപടിയെ വിമർശിക്കുന്ന തരത്തിൽ തന്നെയാണ് വന്നത് ഇതിനകത്ത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വിമർശനം കൂടുതൽ നീണ്ടുപോയത് കൊണ്ട് മദ്യനയത്തിൽ കൂടുതൽ ചർച്ചകളൊന്നും വന്നില്ല. സർക്കാരിനെതിരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകണമെന്നുള്ള പൊതുവായ ഒരു രീതിയിലാണ് വന്നത്. ഈ വിഷയത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ വരികയും ഉമ്മൻചാണ്ടി തന്നെ ക്ഷുഭിതനായി മറുപടി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ പദ്ധതിയിൽ ജുഡീഷ്യൽ അന്വേഷണത്തിൽ അഴിമതി ഉണ്ട് എന്ന് ബോധ്യപ്പെടട്ടെ, അപ്പോൾ ഇതിന് മറുപടി പറയാം എന്നാണ് ക്ഷുഭിതനായിക്കൊണ്ട് ഉമ്മൻചാണ്ടി തന്നെ യോഗത്തിൽ പറഞ്ഞത്. ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ ജേക്കബ് ജോർജ് കൂടി പ്രതികരിക്കുകയാണ് ടെലിഫോണിലൂടെ. ശ്രീ ജേക്കബ് ജോർജ്, രൂക്ഷമായ വാക്ക് തർക്കമാണ് KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ ഇന്നുണ്ടായത്. അതായത് സുധീരൻ പറയുന്നു CAG റിപ്പോർട്ട് നടപ്പാക്കുന്നതിന് മുമ്പ് വിഴിഞ്ഞം കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ KPCCയിൽ ചർച്ച നടത്തിയില്ല, അതിന്റെ അനന്തരഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നതെന്ന്. എന്നാൽ മുരളീധരൻ പറയുന്നു അത് എന്തുകൊണ്ടാണ് രാഷ്ട്രീയകാര്യ സമിതി യോഗം സുധീരൻ വിളിച്ചു ചേർക്കാത്തത് എന്ന്. എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ? കോൺഗ്രസിനകത്ത് രൂക്ഷമായി വരുന്ന വ്യക്തിവിരോധം, ആൾക്കാർ തമ്മിലുള്ള പോരാട്ടം അതിന്റെ ഫലം തന്നെയാണ്. ഉമ്മൻചാണ്ടി ചെയ്തതൊക്കെ കുഴപ്പമാണെന്ന് വരുത്താൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും CAG റിപ്പോർട്ട് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പോർട്ട് സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി, പോർട്ടിന്റെ സെക്രട്ടറി ജെയിംസ് വർഗീസ് CAG അയച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച് ഡൽഹിയിൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടാൻ പോകുന്നു. സംസ്ഥാന സർക്കാരാണെങ്കിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന്റെ തീരുമാനമാകുന്നത് കൊണ്ട് തന്നെ ചിലർ സുധീരൻ ഉൾപ്പെടെയുള്ളവർ മുൻ KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ തീർച്ചയായിട്ടും അത് രാഷ്ട്രീയ പകപോക്കിൽ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു കാര്യം കൂടി എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യം, VM സുധീരൻ KPCC അധ്യക്ഷൻ എന്ന നിലയ്ക്ക് പല വിദഗ്ധരെ വിളിച്ച് ഇതിന്റെ പെരുമുരായികളും പോരായികളും അതിന്റെ പോസിറ്റീവ്സും എല്ലാം ചർച്ച ചെയ്ത് കാര്യങ്ങൾ പഠിച്ചതാണ്. ഈ വിഴിഞ്ഞം കരാറിനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും സുധീരൻ പഠിച്ചതാണ്. അതിനുശേഷം അന്നത്തെ പറയാതിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നത് തീർച്ചയായിട്ടും ദുരൂഹത രാഷ്ട്രീയമായി അതിന്റെ പിന്നിൽ വലിയ ദുരൂഹതയുണ്ട് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഈ വിഷയം ഇനി എങ്ങനെയാവും മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത താങ്കൾ എന്ത് കരുതുന്നു? അല്ല, CAG തന്നെ ഡൽഹിയില് ഇവിടുത്തെ അക്കൗണ്ടന്റ് ജനറലിനെയൊക്കെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടല്ലോ. അപ്പോ ജെയിംസ് വർഗീസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഞാൻ ആ റിപ്പോർട്ട് കണ്ടതാണ്. ഈ CAG തയ്യാറാക്കുന്ന റിപ്പോർട്ട് പല താക്കത്തുകളും ഉണ്ട്. ആവശ്യമില്ലാത്തവരെ അതിനകത്ത് വിളിച്ച് എഴുതാക്കലാക്കി അവരുടെ ശുപാർശ കേട്ടിട്ടുണ്ട്. അത് ഇല്ലാത്തതായിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അതനുസരിച്ചാണ് ഡൽഹിയിൽ മീറ്റിംഗ് വിളിച്ചുകൂടിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് പണി നടക്കട്ടെ, പണി മുടക്കാൻ ഈ ഗവൺമെന്റ് ഇല്ല. കഴിഞ്ഞ ഗവൺമെന്റിന്റേതാണ് കരാറെങ്കിലും ഈ ഗവൺമെന്റ് അത് തുടരുക തന്നെ ചെയ്യും. അതിൽ പിന്തുടർന്ന പ്രശ്നമില്ല. കാരണം കേരളത്തിന്റെ വികസനത്തിന്റെ കാര്യമാണ്. രണ്ടാമത് അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് ജുഡീഷ്യൽ അന്വേഷണം നടത്തട്ടെ, ജുഡീഷ്യൽ അന്വേഷണം വഴി തെളിയുമല്ലോ എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരെയും കുറ്റപ്പെടുത്തത്. മുഖ്യമന്ത്രി
ഉമ്മൻചാണ്ടിയെ കുറ്റപ്പെടുത്താൻ പോലും പിണറായി വിജയൻ തയ്യാറായില്ല എന്ന കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം ആകൂടെ പറഞ്ഞ ഒരു വാക്ക് ഇത് CAG റിപ്പോർട്ട് ഗൗരവതരം എന്ന് മാത്രമാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ KPCC മുൻ പ്രസിഡന്റ് VM സുധീരൻ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇതിന്റെ പേരിൽ കുരിശിൽ തറയ്ക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും മാറുന്നതാണ് കാഴ്ചയാണ്. അത് തന്നെയാണ് ജേക്കബ് ജോർജ്. അതായത് സുധീരൻ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറി നിന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സംഭവത്തെ ആ ഒരു പശ്ചാത്തലത്തിൽ കൂടി പരിഗണിക്കേണ്ടതല്ലേ? അതെ, തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി VM സുധീരൻ KPCC അധ്യക്ഷനായത് ഉമ്മൻചാണ്ടിയുടെയും അന്നത്തെ പ്രധാന കോൺഗ്രസ് നേതാവായ രമേശ് ചെന്നിത്തലയുടെയും എതിർപ്പ് അവഗണിച്ചുകൊണ്ടാണ്. ആ എതിർപ്പിനെ മറവെക്കാതെയാണ് ഹൈക്കമാൻഡ് VM സുധീരനെ KPCC അധ്യക്ഷനാക്കിയത്. KPCC അധ്യക്ഷനായ തന്നെ VM സുധീരന്റെ ലക്ഷ്യം ഉമ്മൻചാണ്ടിയെയും പ്രതിക്കൂട്ടിലാക്കുക എന്നതായിരുന്നു. അപ്പോൾ അതോടുകൂടി തന്നെ UDF സർക്കാരിന്റെ പതനം തുടങ്ങി എന്ന് ഏറ്റവും അവസാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ പരാജയത്തിന് പ്രധാന കാരണം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും KPCC അധ്യക്ഷനായി ഇരുന്ന VM സുധീരനും തമ്മിൽ നടന്ന ഏറ്റുമുട്ടൽ. വളരെ നന്ദി ശ്രീ ജേക്കബ് ജോർജ് പ്രതികരിച്ചതിന്. വിഴിഞ്ഞം കരാറുമായി ബന്ധപ്പെട്ട CAG റിപ്പോർട്ടിനെ ചൊല്ലി രാഷ്ട്രീയകാര്യ സമിതിയിൽ VM സുധീരനും K മുരളീധരനും തമ്മിൽ രൂക്ഷമായ വാക്കുതർക്കം.